ഈ ബജറ്റ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ ഓരോ മേഖലയും അവഗണിച്ചതായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പരാതികളുമായിരുന്നു പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ പേഴ്സണൽ സ്റ്റാഫിന് 44 ലക്ഷം അധിക വിഹിതം അനുവദിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. ഈ ബജറ്റിൽ ഇവർക്കായുള്ള കരുതലേറെയാണ്. അതായത് 2023-24 സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 8.99 കോടി രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. പക്ഷേ ഈ വർഷമായപ്പോഴേക്കും അത് 9.43 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൽ പെൻഷൻ വാങ്ങുന്നവർ നിലവിൽ 1600 പേരാണ്. അതും കൂടി ഓർക്കണം. കാരണം 2 വർഷം നിയമനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി അതാണ് ഏറ്റവും പ്രധാന വാർത്തയായി തിരുവനന്തപുരത്ത് നിന്ന് ചോദിച്ചറിയാനുള്ളത്. കൂടാതെ സർവകലാശാല സെർച്ച് കമ്മിറ്റി പ്രതിനിധി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിനിധിയെ നിശ്ചയിക്കാനാകാതെ കാർഷിക സർവകലാശാലയുമുണ്ട്. കാരണം ഗവർണറുടെ അന്ത്യശാസനം ഈ മാസം 13-ന് ഉണ്ട്. അപ്പോൾ അന്ത്യശാസനം അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസം 13-ന് ഈ കാർഷിക സർവകലാശാല വീണ്ടും യോഗം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഈ പ്രതിനിധിയെ നിശ്ചയിക്കാനായിട്ടില്ല സർവകലാശാലയ്ക്ക്. ഇനി മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഒരുങ്ങുകയാണ് CPM. LDF-ൽ ഇന്ന് സീറ്റ് വിഭജന ചർച്ച, LDF യോഗമുണ്ട്. ഇനി CPM ആകട്ടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. AKG സെൻട്രലിൽ ഈ യോഗം ചേരാൻ ഇരിക്കുകയാണ്. ഇതിലൊരു പക്ഷേ വീണ വിജയന്റെ ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചയാകുമെന്ന് അറിയുന്നു. എന്തായാലും ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ശാലിനി തുടരുകയാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട് തലസ്ഥാനത്ത് നിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്ത, ഈ പേഴ്സണൽ സ്റ്റാഫിനുള്ള കരുതൽ പിണറായി സർക്കാരിൻ്റെത്, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അനു, ഗുഡ് മോർണിംഗ്, നമസ്തേ. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു വാർത്തയുടെ പെരുമഴക്കാലം തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് ഇന്ന് ഒരു അവധി ദിവസമാണ് എങ്കിൽ പോലും വരാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തലസ്ഥാനത്ത് ചേരുകയാണ്. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാർത്ത. അതിനു മുൻപ് ഈ സ്റ്റാഫ് അംഗങ്ങളുടെ, പ്രത്യേകിച്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പെൻഷൻ വിഹിതം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒപ്പം നിൽക്കുന്നവരെ, പാർട്ടി പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന CPM-ന്റെ നയം, അത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നയം, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കേണ്ടത്. 44 ലക്ഷം രൂപയാണ് മുൻ വർഷത്തെ ബജറ്റ് വിഹിതത്തെക്കാൾ അധികമായി ഇത്തവണ ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷനും അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതലിന്റെ ഭാഗമായിട്ട് ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. അതിൽ 2023-24 വർഷത്തിലെ ബഡ്ജറ്റിലാണെങ്കിൽ 8.99 കോടി രൂപയായിരുന്നു നീക്കി വെച്ചതെങ്കിൽ ഇക്കുറി അത് 9.43 കോടി രൂപയാക്കിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2 വർഷ കാലാവധി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങാനുള്ള, ആജീവനാന്ത പെൻഷൻ വാങ്ങാനുള്ള യോഗ്യത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഉണ്ട്. ഓരോ മന്ത്രിമാർക്കും 20-25 പേഴ്സണൽ സ്റ്റാഫുകൾ വീതം ഓരോ ടേമിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ അധികാരമേറ്റ അല്ലെങ്കിൽ ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ 20-ലധികം പേരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടവെച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാർ അത് അടിക്കടി പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തിനാണ് ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫുകൾ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ 1600-ഓളം വരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കുള്ള പെൻഷൻ വിഹിതം നൽകാൻ വേണ്ടി ഇത്തരത്തിലൊരു കരുതൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 വർഷം കൂടുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റം വരുത്താം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പതിവ് ചട്ടമാണ്. അത് ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മന്ത്രി തന്നെ അവരുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് 2-3 പേരെ ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി വെച്ച് ആ പാർട്ടിക്കാർക്ക് വേണ്ടി പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് ഒരു നടപടി അല്ലെങ്കിൽ ഒരു നയം, ഇരട്ട നയം CPM നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഈ ബജറ്റിലും ഇത്തരത്തിലൊരു കരുതൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം സംസ്ഥാനത്തെ നെൽകർഷകർ അവരുടെ നെല്ലിന്റെ വിഹിതം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, കർഷകർ വലിയ രീതിയിൽ കാർഷിക കെടുതിയിൽ ആത്മഹത്യാ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ക്ഷേമ പെൻഷനുകൾ വാങ്ങാനും അത് കിട്ടാത്ത സാഹചര്യത്തിൽ ദയാവധം ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളടക്കം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. വീടിന്റെ മുന്നിൽ അടക്കം പോസ്റ്ററുകൾ പതിച്ച് ജീവന് വേണ്ടി യാചിക്കുന്ന അല്ലെങ്കിൽ അവരുടെ
അവരുടെ സാമ്പത്തിക നിത്യ ചെലവിനും മരുന്നിനുമായി ഈ പെൻഷൻ വിഹിതം നൽകണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്ന സാധാരണക്കാർ, ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ്, ഇവരെയൊക്കെ ഒരു രീതിയിലും പരിഗണിക്കാതെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ ലക്ഷങ്ങൾ ഒഴുക്കുന്നത്, അധികമായി ഒഴുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനമായി ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും പാർട്ടിക്കാരെ തിരികെ കയറ്റി സർക്കാർ ആനുകൂല്യം നൽകാൻ ഇത്തരത്തിലൊരു നയം കൊണ്ടുവരിക, കൂടുതൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മന്ത്രിമാരുടെയും മറ്റ് പേഴ്സണൽ സ്റ്റാഫുകളായി കൊണ്ടുവരിക, അവർക്ക് പെൻഷൻ നൽകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുക, ഒപ്പം സാധാരണക്കാർ മുണ്ടുമുറുക്കി ഉടുത്ത് ജീവിക്കുക എന്നുള്ളൊരു ഇരട്ട നീതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ബജറ്റിലെ ഈ കരുതൽ എന്ന് വേണം നമ്മൾ വിലയിരുത്താനും. ശാലിനി, 2 വർഷം മുമ്പ് KSRTC പെൻഷൻ വിഷയം പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. സർക്കാരിന് ഇത്രത്തോളം ആസ്തി ഉണ്ടോ എന്നൊക്കെ സുപ്രീം കോടതി വരെ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനുശേഷം അന്ന് 1200 ചില്ലുവാനമായിരുന്നു പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണമെങ്കിൽ അതിന് 2 വർഷം തികഞ്ഞിട്ട് പോലുമില്ല. ആ വേളയിൽ 1600 പേർ ഇപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻ പോലും അല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഈ ഒരു അവസ്ഥ മറ്റൊരു സംസ്ഥാനത്ത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്നതും സംശയമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ അടിക്കടി ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മന്ത്രിക്കടക്കം 20-ലധികം പേഴ്സണൽ സ്റ്റാഫ്, 25-30 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുള്ള മന്ത്രിമാർ ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ തുടരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ അതൊന്നും തന്നെ ഗൗരവത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാരോ മന്ത്രിമാരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തിരികെ കയറ്റുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും ഇത്തവണ 20-ലധികം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയാണ് അനുവദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഉള്ളത് എന്നുള്ളതാണ്. ഇനി 2-2.5 വർഷം കാലാവധി തീരുന്നതിനകത്ത് തന്നെ അവർക്കും പെൻഷൻ കിട്ടാനുള്ള യോഗ്യതയിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്യും. എന്തായാലും ഈ 1600 പേർക്ക് പെൻഷൻ എന്നുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ കൂടുതൽ അംഗങ്ങളാവാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖജനാവിൽ നിന്ന് വലിയൊരു തുകയാണ് ഇതിനുവേണ്ടി നീക്കിവെക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കാലി ഖജനാവാണ് എന്നുള്ള കാര്യം അത് തുടർച്ചയായി ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയാൽ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ സർക്കാരുമാണ് ഇത്തരത്തിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കായി, ഇഷ്ടക്കാർക്കായി ഇത്തരത്തിൽ അധിക തുക അനുവദിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായി കരുതൽ നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിമർശനാത്മകമായ കാര്യം. എന്തായാലും അവരുടെ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ വഴിവെക്കുകയാണെങ്കിൽ ഏതു തരത്തിലുള്ള നടപടികൾ ഇനി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അതേസമയത്ത് തന്നെ ഈ വയോജനങ്ങളെയൊക്കെ അവഗണിക്കുന്നു എന്നുള്ളൊരു വാർത്ത നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഈ ബജറ്റിൽ പ്രത്യേകിച്ചും ഇവർക്കായിട്ടുള്ള ഒരു നീക്കിയിരിപ്പും ഉണ്ടായിട്ടില്ല. ഈ സംഘടനകളൊക്കെ പ്രതിഷേധത്തിലാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളും സമാനമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. റേഷൻ വ്യാപാരികൾ ഉയർത്തുന്നുണ്ട്. ഇനി ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയതിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യത്യസ്ത സമരവുമായി സംസ്ഥാനത്തെ വൃദ്ധ ദമ്പതികൾ അടക്കമുള്ളവർ രംഗത്തെത്തിയ കാഴ്ച കൂടി നമ്മൾ ഈ സമയത്ത് കൂട്ടി വായിക്കണം. എന്തായാലും ഇനി മറ്റൊന്ന് ശാലിനി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് LDF യോഗം ചേരുന്നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്, CPIയും കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ഈ LDF യോഗത്തിൽ ഈ സീറ്റ് വിഭജന ചർച്ചകളായിരിക്കുമല്ലോ, അന്തിമ രൂപം നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ജോസ് കെ മാണി വിഭാഗം 2 സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ കടുംപിടുത്തം പിടിക്കുമെന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. ഈ തലവേദനയാകുമോ ഇത്തവണ സീറ്റ് വിഭജന ചർച്ച LDFന്? CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ വരും ദിവസങ്ങളിലുണ്ട്. CPIയും സമാനമായി തന്നെ യോഗം ചേരുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ യോഗ അജണ്ട എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അന്തിമമായൊരു പട്ടിക തയ്യാറാക്കുക, സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുക, പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം നടത്തുക എന്നുള്ളൊരു വിഷയമായി തന്നെയാണ് ഇന്നത്തെ ഈ എല്ലാ യോഗങ്ങളെയും നമ്മൾ കാണേണ്ടത്. പ്രധാനമായും CPIയുടെ യോഗം കഴിഞ്ഞ ദിവസവും തുടരുകയാണ്. ഒരുവിധം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ 4 സീറ്റുകളാണ് അവർക്ക് നൽകുന്നത്. 4 സീറ്റിലേക്കുമുള്ള
സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് CPI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം CPM-നുള്ളിലാണ് വലിയ രീതിയിലുള്ള തലവേദന ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 15ഓളം വരുന്ന സീറ്റുകളുടെ വിഭജന കാര്യത്തിൽ CPM-നുള്ളിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയും വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്ന പേരുകൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ആ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്ന പേരുകളിൽ നിന്നുമായിരിക്കും അന്തിമമായ ഒരു പേര് നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതിൽ അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു സീറ്റാണ് സാധാരണഗതിയിൽ അവർക്ക് നൽകുക. അങ്ങനെയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് സീറ്റ് തയ്ക്കുക. 15 CPM, 4 CPI, 1 ജോസ് കെ മാണി വിഭാഗത്തിന്. പക്ഷെ ഒരു സീറ്റ് എന്നുള്ളത് 2 സീറ്റ് എന്നുള്ള കടുംപിടുത്തിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കും, ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള നടപടിയിലേക്ക് പോകും CPM എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലവേദനയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തലവേദനയുമാണ് നിൽക്കുന്നതെങ്കിൽ മറുഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിലുള്ള എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ്. SFIOയുടെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം KSIDCയുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് SFIO എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് എക്സാലോജിക്ക് കമ്പനി ബാംഗ്ലൂരുവിലെ കർണാടക കോടതിയിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും തലവേദന ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം തിരിച്ചടിയാകുമോ CPM-ന് എന്നുള്ള വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഒക്കെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിച്ചുകൊണ്ട് മകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ സീതാറാം യെച്ചൂരിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. സമാനമായ നിലപാട് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് കണ്ടതാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു നീതി, മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറ്റൊരു നീതി. ആ നീതി നടപ്പിലാക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി കൂടി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുക്കുന്ന ഈ ഒരു യോഗം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണിയോട് കൂടി AKG സെന്ററിൽ യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ സീറ്റ് വിഭജനം, ഒപ്പം തന്നെ എക്സാലോജിക്കിനെതിരായിട്ടുള്ള എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായിട്ടുള്ള ഈ ഒരു അന്വേഷണം, കേന്ദ്ര അന്വേഷണം ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തലവേദന CPM-ന് ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അനു ശാലിനി, ഇനി മറ്റൊരു വാർത്ത. ഈ സർവകലാശാല സെർച്ച് കമ്മിറ്റി പ്രതിനിധി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കാർഷിക സർവകലാശാലയ്ക്ക് ഇതുവരെ ഒരു പ്രതിനിധി നിശ്ചയിക്കാനായിട്ടില്ല എന്ന വാർത്ത. എന്തായാലും കഴിഞ്ഞ ദിവസം യോഗമൊക്കെ ചേർന്നിരുന്നു. പക്ഷെ എങ്കിലും ഒരു പ്രതിനിധിയെ കണ്ടെത്താനാവാതെ ഉരുളുകയാണ് സർവകലാശാല. എന്തായാലും ഗവർണറുടെ അന്ത്യശാസനമുണ്ട്. അതുകൊണ്ട് ഈ മാസം കണ്ടെത്തിയേ മതിയാകൂ. 13-ന് വീണ്ടും യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനു, സംസ്ഥാനത്തെ 8ഓളം സർവകലാശാലകളിലാണ് താൽക്കാലിക VC-മാർ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. സ്ഥിരം VC-മാരെ നിയമിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി ഉൾപ്പെടെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുള്ള അനുമതി നൽകിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ 8 സർവകലാശാലകളോട്, കാർഷിക സർവകലാശാല കേരള ഉൾപ്പെടെ 8 സർവകലാശാലകളോട് പ്രതിനിധികളെ നൽകാൻ, പ്രത്യേകിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർവകലാശാല പ്രതിനിധി വേണം, ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധി വേണം, UGC പ്രതിനിധി വേണം. അതിൽ ഗവർണറുടെ പ്രതിനിധിയും മറ്റ് UGC പ്രതിനിധിയും ഒക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി പ്രതിനിധി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പട്ടിക നൽകാൻ വേണ്ടിയിട്ടാണ് ഓരോ സർവകലാശാലകളോടും ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടാണ് ഈ വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ, അതായത് 15-ാം തീയതി 16-ാം തീയതിക്ക് മുൻപ് തന്നെ നടപടിക്രമം പൂർത്തീകരിക്കണം എന്നുള്ള ഒരു അന്ത്യശാസനമാണ് ഗവർണർ നൽകിയിട്ടുള്ളത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ താൽക്കാലിക VC-മാരെ പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് താൻ കടക്കുമെന്നുള്ള സൂചനകൾ ഗവർണർ നൽകിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഗവർണർ തിരുവനന്തപുരത്തില്ല. 17-ാം തീയതിയോടുകൂടി അദ്ദേഹം മടങ്ങിയെത്തും. അതോടുകൂടി VC-മാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അന്ത്യശാസനം സർവകലാശാലകൾക്ക് നൽകിയിട്ടുള്ളത്. ഇത് ഇന്നലെ കാർഷിക സർവകലാശാലയാണ് യോഗം ചേർന്നത്. പക്ഷേ കാർഷിക സർവകലാശാലയിൽ യോഗം ചേർന്നുവെങ്കിലും ഈ ഒരു കോറം തികയാതെയും ഒപ്പം തന്നെ എല്ലാ സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും എത്താത്തതിനാൽ തുടർന്നുമൊക്കെ തന്നെ ഈ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ കാർഷിക സർവകലാശാലയ്ക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് 16-ാം തീയതി ക്ഷമിക്കണം, അടുത്ത ദിവസം തന്നെ 13-ാം തീയതി തന്നെ വീണ്ടും യോഗം ചേരാൻ താൽക്കാലിക VC ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ യോഗത്തിൽ അന്തിമമായി പ്രതിനിധിയെ അയക്കാം അല്ലെങ്കിൽ പ്രതിനിധിയെ കണ്ടെത്താം, തെരഞ്ഞെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കാർഷിക സർവകലാശാല ഉള്ളത്.
സമാനമായി തന്നെയാണ് CPM-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും തീരുമാനമെടുത്തിട്ടുള്ളത്. സർവകലാശാല ഭേദഗതി ബില്ല് പാസാക്കിക്കൊണ്ട് നിയമസഭ പാസാക്കി ഗവർണർക്ക് മുൻപാകെ എത്തുന്നു. ഗവർണർ അത് രാഷ്ട്രപതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു തീരുമാനമാകുന്നത് വരെ പ്രതിനിധികളെ നൽകേണ്ട എന്നൊരു നിലപാട് CPM-ന്റെ അംഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു നയം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുമുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതിനിധിയെ നൽകുന്ന കാര്യം വൈകുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഇനിയും വൈകുകയാണെങ്കിൽ ഗവർണർ സ്വീകരിക്കുന്ന നടപടിയേറെ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഗോപിനാഥ് രവീന്ദ്രൻ മുൻ VC കൂടിയായിട്ടുള്ള കണ്ണൂർ VC കൂടിയായിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ ഈ VC നിയമന നടപടികളുമായി ഗവർണർക്ക് മുൻപോട്ട് പോകാമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കരുത്തു പകർന്നുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇനി നീങ്ങാൻ പോകുന്നത്. എന്തായാലും പ്രതിനിധികളെ നൽകിയില്ലെങ്കിൽ താൽക്കാലിക VC-മാരുടെ കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തായാലും അതിനു മുൻപ് VC-മാരെ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ വിവിധ സർവകലാശാലകൾ അറിയിക്കുന്നത്. അനു.